കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഗജാനന്ദനാണ് ഇതിനൊക്കെ പിന്നിൽ കളിച്ചതെന്നും രേവതി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നോട് പറയാതെ മറച്ചു പിടിച്ചതാണ് എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ ശ്രീകാന്തിനെയും ഒക്കെ കൂട്ടിയിട്ട് സച്ചി നേരെ വീട്ടിലേക്ക് വരിക. അപ്പൊ ശ്രീ പറയുന്നുണ്ട്, ഏട്ടത്തിയോട് ഏട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഏട്ടത്തി ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അന്നാരും ഇതൊന്നും പറയാതിരുന്നത്. അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾക്ക് പിന്നീട് പറയാൻ അവസരം ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്റെ കാറ് നഷ്ടപ്പെട്ടു, എനിക്ക് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ അവനാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് കാണിക്കാനായിട്ട് അങ്ങനെ സച്ചിയുടേതായിട്ടുള്ള ന്യായങ്ങളൊക്കെ നിരത്തിയിട്ട് അവിടുന്ന് പോരുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയും സുധിയും ചന്ദ്രമതിയും കൂടെ അവിടെ ആ ഹാളിലിരുന്ന് ചായ കുടിക്കുന്നതാണ്. അപ്പം ഇവരിങ്ങനെ ചായ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ സച്ചി വരികയാണ്. സച്ചിയുടെ പിന്നാലെ ശ്രീകാന്തും ഉണ്ട്. അപ്പൊ നേരെ തന്നെ രേവതി നീ എവിടെ ആടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലും അയ്യോ രേവതി ഇത്ര നേരം ഈ കുപ്പിയുടെ അകത്തുണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് സച്ചിയോട് കളിയാക്കി സംസാരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ മര്യാദക്ക് ഇരുന്നോന്നും പറഞ്ഞിട്ട് സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പം സച്ചിയുടെ ഈ ഒരു ദേഷ്യമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലായി, ഇവൻ എന്തോ ഒരു വഴക്കൊപ്പിക്കാനുള്ള പുറപ്പാടാണ്, എന്തായാലും നടക്കട്ടെ. അപ്പൊ ശ്രീകാന്ത് ആണെങ്കിലും ശ്രീകാന്ത് എന്താടാ സംഭവിച്ചതെന്ന് നമ്മുടെ ചന്ദ്രമതി ശ്രീയോട് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഒന്നും പറയണ്ട, അന്ന് ആ സംഭവമൊക്കെ ഉണ്ടായില്ലേ സച്ചിയേട്ടൻ്റെ കാറിൻ്റെ കാര്യം, അത് ഏട്ടത്തിക്ക് അറിയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സച്ചിയേട്ടൻ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ശ്രീ പറയുകയാണ്. ആഹാ എന്നാ നന്നായി, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവളും ഇവനും തമ്മിൽ തെറ്റാനായിട്ട് അധിക നേരമൊന്നും വേണ്ടാന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നല്ല സന്തോഷത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലോ സച്ചി നേരെ കിച്ചണിലേക്ക് ചെല്ലുക. അപ്പൊ രേവതി ആണെങ്കിൽ അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും രേവതി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടൊരു വിളിയങ്ങ് വിളിച്ചു. അപ്പൊ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും സച്ചിയുടെ മുഖത്താണെങ്കിൽ ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട പോലെ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ എന്ത് പറ്റിയെന്നും പറഞ്ഞ് അവളുടെ സാരിത്തുമ്പ് കൊണ്ട് നമ്മുടെ സച്ചിയുടെ മുഖമൊക്കെ ഒപ്പാൻ തുടങ്ങുകയാണ്. അപ്പോ ആ സച്ചി ആണെങ്കിലോ ഇവളോട് തീരാത്ത ദേഷ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. സച്ചി പറഞ്ഞു മാറി നിക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രേവതിയുടെ അടുത്ത് പറഞ്ഞു, അതെ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, നീ എന്തിനാ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് മറച്ചു വെച്ചതെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്, ഞാൻ എന്ത് സത്യം മറച്ചു വെച്ചു എന്നാണ്, അല്ല നിങ്ങളുടെ നെറ്റിക്ക് ഇത് എന്ത് പറ്റിയതാണ് രേവതി ചോദിക്കുമ്പം നീ വലിയ വിശേഷമൊന്നും തിരക്കണ്ട, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതിയെന്ന് സച്ചി തിരിച്ചു പറഞ്ഞു. അങ്ങനെ രേവതിയെ ഒരക്ഷരം പോലും പറയാൻ സമ്മതിക്കാതെ സച്ചി വായി വരുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്. അപ്പൊ രേവതി ആണെങ്കിലോ നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കാറ് പോലീസുകാർ പിടിച്ചു, അതിനകത്ത് കഞ്ചാവ് വെച്ചത് ആരാണത് നിനക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഒരക്ഷരം പോലും മിണ്ടാതെ രേവതി കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുക. ഇത് കാണുമ്പോൾ സച്ചി പറഞ്ഞു, എന്താടി നിന്റെ നാക്ക് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പോൾ അത് എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ പതിയെ പറയാൻ തുടങ്ങുമ്പോൾ മതിയടി എനിക്ക് മനസ്സിലായി, ഇത്രയും കാലവും നീ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നെ കൂടെ നടന്ന് പറ്റിക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം സച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കെന്നും പറഞ്ഞിട്ട് ഇവള് നമ്മുടെ സച്ചിയുടെ പിന്നാലെ പോവുക. സച്ചിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കയ്യിൽ കിട്ടുന്ന ഒരു പ്ലേറ്റ് എടുത്ത് രേവതിയെ തല്ലാൻ ഇങ്ങനെ ഓങ്ങിയതും അവൾ പേടിച്ചിങ്ങനെ മാറി നിൽക്കുവാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ്. ശ്രീകാന്ത് വന്നതും മാറി നിന്നോ അല്ലെ നിനക്കും കിട്ടുമെന്നും പറഞ്ഞ് ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയാണ് സച്ചി. അങ്ങനെ ഈ സമയം ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവി ആണെങ്കിൽ പുറത്ത് പോയിട്ട് അകത്തോട്ട് വരികയാണ്. അപ്പൊ പുള്ളിക്കാരൻ വന്ന പാടെ തന്നെ എന്താ ചന്ദ്രേ എന്താ ഇവിടെ ഒരു ബഹളമെന്ന് ചോദിച്ചു. ഇല്ലേ നോക്ക് നിങ്ങളുടെ മകൻ അവൻ എല്ലാ തവണയും വഴക്കുണ്ടാക്കുന്ന പോലെ ഇപ്പൊ അവന്റെ ഭാര്യയുമായിട്ട് ഒച്ചപ്പാടും ബഹളമാണെന്ന് പറഞ്ഞു. അങ്ങനെ രവി നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേക്കിനും അതെ ഇവൾ ഒറ്റൊരുത്തിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരി എന്നും പറഞ്ഞ് സച്ചി രേവതിയെ ചൂണ്ടി പ്രതിയാക്കി പറയുകയാണ്. അപ്പൊ രേവതി ആണെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയാതിരുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും സച്ചി ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാതെ ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പൊ രവി പറഞ്ഞു, എന്തിനാടാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്, നീ
എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം അതെ അച്ഛൻ്റെ പുന്നാര മരുമോള് എന്ത് ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയോ? ഇവക്കറിയായിരുന്നു എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചത് അവൻ ഗജാനന്ദനും ടീമും ആണെന്ന്. എന്നിട്ട് ഇവൾ ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു. എന്നിട്ട് ഇപ്പം ഞാൻ ആരായി? ഞാൻ കടക്കാരനായി. 2 ലക്ഷം രൂപയാണ് എനിക്ക് കടം വന്നത്. അതുമല്ല എൻ്റെ കാറ് നഷ്ടപ്പെട്ടു. ഞാൻ ജയിലിൽ കിടന്ന സമയത്താണ് ഇവൾ ഇതൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ വെച്ച് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ഇവളും ഇവനും ഒക്കെ കൂടെ അറിഞ്ഞു വെച്ച് എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെയും രേവതിയെയും കുറിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശ്രീ പറയുന്നുണ്ട്, ഏട്ടന്റെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാത്രമാണ് ഏട്ടനോട് സത്യങ്ങൾ പറയാതിരുന്നത്. ഏട്ടനത് ഞങ്ങളെ വിശ്വസിക്കെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്തും നമ്മുടെ രേവതി ഒന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ അടങ്ങുന്നേ ഇല്ല. അപ്പൊ രവി പറഞ്ഞു, മോളെ നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പം അച്ഛൻ എനിക്കറിയാം, ഞാൻ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ആ ഗജാനന്ദനെ കൊന്നിട്ട് ഇങ്ങനെ ജയിലിൽ കിടന്നേനെ. ഞാൻ അതൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയാതിരുന്നേന്ന് അവൾ അവിടെ വെച്ച് രവിയോട് പറഞ്ഞപ്പം രവിക്ക് മനസ്സിലാകുമല്ലോ നമ്മുടെ രേവതിയെ. അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലോ, ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ കുരിശിനെ എടുത്ത് തലയിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നത്. അത് ശരി തന്നെയാ, ഇവൾ എൻ്റെ തലയിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുന്നേ ഞാൻ എന്ത് സന്തോഷവാനായിരുന്നു. കാർ ഓടിക്കുക, വീട്ടിൽ വരിക, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുക, ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ അച്ഛമ്മ ആശിച്ച് മോഹിച്ച് വാങ്ങിത്തന്ന കാറ് അതുപോലും ഇവള് കാരണമല്ലേ എനിക്ക് നഷ്ടപ്പെട്ടേന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറഞ്ഞു, മതി നിർത്ത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മോശമായിട്ട് വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേൾക്കെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞിട്ടാണെങ്കിലോ സച്ചിക്ക് ഇതൊന്നും മനസ്സിലാവുന്നുമില്ല. സച്ചി ദേഷ്യപ്പെട്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിലും ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എരുതിയിലും ഒക്കെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സച്ചിയെ വീണ്ടും വീണ്ടും എരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി. അപ്പം രവി പറഞ്ഞു, ചന്ദ്രേ, നീ ഈ കാണിക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. കുറച്ച് സമയം ഒന്ന് വായും പൂട്ടി ഇരിക്കുന്നു പറഞ്ഞു. ചന്ദ്രയാണെങ്കിൽ ആളാരാ? പുള്ളിക്കാരി പറഞ്ഞു, സത്യം പറയുന്നത് അല്ലേലും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പം സച്ചി വീണ്ടും പറഞ്ഞു, എടി നിന്നെ എന്ന് ആ കതിർമണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കിട്ടിയോ അതിനുശേഷം എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അമ്മ പറഞ്ഞപ്പോഴൊന്നും ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, നീ എൻ്റെ തലയിലായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയും ദേവും കൂടെ അങ്ങോട്ട് വരിക. അപ്പം സച്ചിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രേവതിയെ തല്ലാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങി ചെന്നു. അപ്പം രേവതി പറഞ്ഞു, അതെ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും പറയാം, എൻ്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മിയമ്മ വന്നിട്ട് മോനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയോട് പറഞ്ഞു. അങ്ങനെ സച്ചി ഒരുവിധം സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നിങ്ങളൊക്കെ പറഞ്ഞത് കാരണം മാത്രം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങ് വന്നതെന്ന് സച്ചി ചോദിക്കുമ്പം മോനെ നിങ്ങളെ കർക്കിടകത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഒരു കർക്കിടകവും ഇല്ല. ഇവളുടെ വീട്ടിൽ വന്ന് അന്ന് നല്ല വിരുന്നിന് വന്ന് നിന്നില്ലേ, ആ സമയത്താണ് ഗജാനന്ദനും ഞാനും തമ്മിൽ ആദ്യമായിട്ട് വിഷയം ഉണ്ടായത്. എന്തിനാ ഞാൻ വെറുതെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോ, നിങ്ങളുടെ മകളെയും നിങ്ങൾ തന്നെ നോക്കിക്കോ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം സച്ചി പോയതും നമ്മുടെ ലക്ഷ്മിയമ്മ സച്ചിയുടെ പിന്നാലെ മാപ്പ് ചോദിച്ച് ചെല്ലുമ്പം രേവതി പറഞ്ഞു, അമ്മേ മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ വെറുതെ ആവശ്യമില്ലാതെ അയാളുടെ കാല് പിടിക്കണ്ടെന്നും പറഞ്ഞ് അവളും ഒറ്റ വാശിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു, സാരയില്ല ഏട്ടത്തി, ഏട്ടൻ്റെ ദേഷ്യമൊക്കെ ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ, കുറച്ച് സമയം കഴിയുമ്പം പുള്ളിക്കാരൻ തനിയെ ഇങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മ നമ്മുടെ രവിയുടെ അടുത്തിരുന്ന് സംസാരിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും കാലവും എൻ്റെ മകൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. ഇതിനൊക്കെ ഇനി എന്നാണാവോ ഒരു പരിഹാരം ഉണ്ടാകുന്നതെന്ന് പറയുമ്പം രവി ആണെങ്കിലും, ലക്ഷ്മി നീ വിഷമിക്കുമൊന്നും വേണ്ട, എൻ്റെ സച്ചിക്ക് കുറച്ച് മുൻകോപമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അവനെ സ്നേഹമില്ലാത്തവനൊന്നും അല്ല എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും ദേവും കൂടെ നിന്ന് അവർ സംസാരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി അങ്ങോട്ട് ചെന്നു. ചന്ദ്ര പറഞ്ഞു, അല്ലടാ ശ്രീകാന്ത്, നിനക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ? നീ ഇവിടെ നിന്ന് ഇവളുമായിട്ട് എന്താ ഇതിനു വേണ്ടി സംസാരിക്കുന്നത്? എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പം ശ്രീ പറഞ്ഞു, അമ്മ എനിക്കറിയാം എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവാൻ, അതെനി അമ്മ പറഞ്ഞു തരണ്ട. ദേവു നീ ഒരു കാര്യം ചെയ്തേ, ഏട്ടത്തി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുക, ഏട്ടത്തിയുടെ അടുത്ത് പോയിട്ട് നീ ഏട്ടത്തിയെ സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ ദേവു ആണെങ്കിൽ നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ ദേവുവിനെ കണ്ടതും അവൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയാണ്. സച്ചി ഇത്രയും മോശമായിട്ടൊക്കെ സംസാരിച്ചല്ലോ, ആ ഒരു സങ്കടത്തിൽ നമ്മുടെ രേവതി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ചെമ്പനീർ പൂവിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത കഥയുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കണേ.